ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നാളെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇതേ നമ്മുടെ ഒരു പാടത്താണ് കേട്ടോ ഗൈസ് നമ്മൾ തന്നെ. അപ്പോൾ നമുക്ക് വന്നേക്കാളും മുമ്പ് ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഏതാ മീനെന്ന് കാണിച്ചു. ബ്രാലുണ്ടോ ഗൈസ്? ജീവനുണ്ട് കേട്ടോ ഗൈസ്. ഇത് പിടയ്ക്കണ ബ്രാലുണ്ട്. ഇപ്പം കിട്ടിയുള്ളൂന്നാണ് പറയണേ. ചൂണ്ടക്ക് ഇപ്പം കിട്ടിയതെന്ന് പറയണേ. ഇതിനകത്ത് ജീവനൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചാ വെള്ളത്തിൽ നിന്നിട്ട് അനുസരിച്ച് ജീവനുണ്ട് കേട്ടോ. ചത്തോയാ കണ്ടേ? എന്തായാലും നമുക്ക് ഇതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത ഫിഷിങ്ങിലോട്ട് പോവാം ഗൈസ്. പിന്നെ കുറച്ച് കല്ലടേനെ ഒരു ചെറിയ ബ്രാലിനെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടോ ഗൈസ് പറഞ്ഞേ. ഗൈസ് ഒരു ചെറിയ ബ്രാല് ദേ പോണു. ചെറിയ ബ്രാല് ദേ പോണു. പിന്നെ ദേ ഒരു കല്ലട ദേ പോണു. ഒരു കല്ലട അതെ നല്ല പടപ്പൻ കല്ലട ഉണ്ടോ ഗൈസ്. ഇതേ നമ്മുടെ ബ്രാലിനെ കാണാനല്ലേ. ആ അതെ കിടക്കണം ഗൈസ്. എടുക്കണം നമ്മുടെ ബ്രാലിനെ നമുക്ക് ഇതിനെ പിടിച്ചിട്ട് എന്ത് കിടക്കാം. കഴിഞ്ഞ് പോകണ്ട ഗൈസ്. കുളത്ത് നല്ലോണം അകത്തോട്ട് പോകണമെന്നുണ്ടായിരുന്നേ. നാക്കിൻ്റെ ഉള്ളിൽ കയറിയണേ പൊട്ടി പല്ല് അവൻ്റെ പല്ല് ഭയങ്കര ബലമാണ്. ആ അതേ കഴിച്ച് പല്ലുണ്ടോ? ആ പടച്ചി. ഉള്ളിൽ കയറിയതാണ്. അല്ലെങ്കിൽ അതാണ് വേഗം ഊരി കിട്ടിയത്. പടച്ചുള്ളിയാണ്ടോ ഗൈസ്. നല്ല പാടൊന്നും അതല്ലേ കുഴപ്പമില്ല. വലിച്ച് ഒരുപാട് വലിച്ച് ഊരി കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈങ്കി ചെറിയ ടൈങ്കിസാ പൊട്ടിപ്പോകും. നമുക്ക് ഇത്രയും വലിയ മീനെ പിന്നെ അത്രയും കല്ലടേനെ കിട്ടിയത് ഈ ഒരു സ്ഥലത്തു നിന്നുണ്ടോ ഗൈസ്. ഇനി അങ്ങോട്ട് ഒക്കെ പോകാൻ കുറേ അവിടേക്ക് ഉണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഗൈസ് നമുക്ക് ഇത്രയും വലിയ ബ്രാലിനെയും കല്ലടേനെയും കിട്ടിയേ. ചെറിയ കല്ലട അതുമ്മ കൊത്തിട്ട് ഇത് വേറെ ചൂണ്ടയുണ്ടോ ഗൈസ്. നമുക്ക് ഇതിനകത്തുണ്ട് ഗൈസ്. ഞാനോളിന്ന് കിട്ടിയതാണോ അതിനെ? അത്ര വലിയ പേരയില് ഞാനോളി അടിച്ചാ. അവിടെ കൊത്തിട്ട് അത് കൊത്തിയിട്ടില്ല. അതിന് ചെറിയ കല്ലടയിട്ടാണ് അതിനെ കൊത്തിരാന്ന് വെച്ചിട്ട് ചെറിയ കല്ലട കിട്ടില്ല. വലിയ കല്ലട അതിനെ ആകാശം മണ്ണ് തോന്നണം. പൊങ്ങുന്നറട്ട് എന്തൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് പതുക്കണക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കൊത്തുണ്ടെന്ന് അറിയാൻ പറ്റും. ഏകദേശം പാടം വാഴയാണ്. ഇങ്ങനെയുള്ളൊരു പാടത്തുണ്ടോ കൈ സംഭവം വന്നേക്കണേ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ അവിടെയും ഒരു ഇതേപോലത്തെ ചെറിയൊരു കനാല് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അവിടെ നിന്നും കിട്ടും. പിന്നെ അത് ഇവിടെ നമ്മൾ ഇപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ഈ വലിയ ബ്രാലും പിന്നെ കുറേ കല്ലടയൊക്കെ കിട്ടിയത്. ബസ് പരലിനെ കിട്ടി കഴിഞ്ഞാൽ സാധനം കൊത്തിട്ട് കഴിഞ്ഞാൽ അവിടെ ബ്രാല് വെട്ടണ്ടായിരുന്നു. കാരണം നോക്കിയിട്ടുണ്ട് ചെറിയ കല്ലട കിട്ടണില്ല. കുറച്ച് മാറ്റിട്ട്
ചിലപ്പോൾ ഇങ്ങോട്ട് പോയി ചിലപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ എന്നോട് രവിച്ചേട്ടൻ്റെ താഴ്ത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്ന വഴിക്ക് ഇളാച്ചൻ പെട്ടെന്ന് പോയി. നമുക്ക് ഞാൻ അങ്ങോട്ട് പോകാം ഗൈസ്. കിട്ടില്ലല്ലേ? അല്ല ഒന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലോ കൊത്തണില്ല നല്ല കൊത്തുണ്ടാവും പുറത്തേക്ക് ഞങ്ങൾ പോയി. ചെറുതിനെ കിട്ടുകയാണെങ്കിൽ അവിടെ കിട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ രാവിലെ കിടപ്പുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ കനാലില്ലേ ആ പാലത്തിൻ്റെ അടിയിൽ ഇതിൻ്റെയാ? മറ്റേ ചെറിയ കുറേ മീനുകളൊക്കെ ഉണ്ടല്ലോ. ആ ചെറുതില്ലേ എന്തോ ഒരു കണ്ണെന്ന് പറഞ്ഞിട്ട് ആ പെട്ടെന്ന് ചപ്പം. കൊത്തുന്നുണ്ടോ വയസ്സ് പറഞ്ഞ് നോക്കട്ടെ. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടും. പോയാ ഉണ്ടെന്നുണ്ട്, അവിടെ തന്നെ ഉണ്ടെന്നുണ്ടോ വയസ്സ് നമ്മളോട് പറഞ്ഞ്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ പിന്നെയും വരും, പിന്നെയും കുത്തും, ചിലപ്പോൾ അടിക്കും. ഇതവിടെ ഒരു കൊത്തണ ഒരു ചേക്കുണ്ട് കേട്ടോ വയസ്സ്. സൈഡിലോട്ട് മാറി നോക്കാം. ഭയങ്കര ഇഷ്ടം ചെറിയ പരലുകളൊക്കെ കുട്ടിപ്പൊങ്ങന്ന് പറയുമ്പോൾ ഒരു പരല 5 കിലോ കിട്ടണം. ഗപ്പീനെ പോലത്തെ ഒരു ഇതുണ്ട് വയസ്സത്. ഇതൊന്ന് പോയാക്കാം. എന്തിട്ടാണ് കൊത്തിയോ ഈ ചെക്കനെ ഇവിടെ കിടന്ന് കിടക്കാൻ പരല് കൊത്തിയെന്ന് പറഞ്ഞു. കുക്കുമ്പോഴുണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മള് വീഡിയോ അല്ല വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ ഇത്ര മീനുണ്ടോ ഗൈസ് നമുക്ക് കിട്ടിയേക്കണേ. ഒരു ചെറിയ ഇതുണ്ട്, പിന്നെ അതേ ഒരു നമ്മൾ പോയി കഴിഞ്ഞിട്ട് ഒരു ബ്രാലിനെയും കൂടി ഉണ്ട് ഗൈസ് കിട്ടിയ. പിന്നെ ഒരു പിലോപ്പീനെ കിട്ടി. ഇതേത് വലിയൊരു പിലോപ്പീനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വലിയ പിലോപ്പീനെ കാണിച്ചു തരാം.
ഗൈസ് അത്യാവശ്യം നല്ല വലിയ വിലോപ്പിയ ഉണ്ടോ ഗൈസ്. പിന്നെ ഒരു ചെറിയ ബ്രാല് കല്ലട ഇത്ര ഉണ്ടോ ഗൈസ് നമുക്ക് കിട്ടിയേക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.